അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ എന്താണ് 3 ടൈപ്പ് ഓഫ് റിലേഷൻ, റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് റിലേഷനെ പറ്റിയാണ് പഠിച്ചത്. നമ്മൾ ഒരു എക്സാമ്പിൾ കണ്ടു. ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് കാണാം, എങ്കിലാണ് അത് കുറച്ച് ഇതാവുന്നത്, നിങ്ങൾക്കൊന്ന് തറവാകത്തുള്ളൂ. അങ്ങനെയൊന്നും വേണ്ട. Let R be the relation. R be the relation. R be the relation from A to A, from A to A, such that R is equal to AA, BB, CC, AB, BC is and capital A is equal to ABC. 3 എലമെന്റിന്റെ സെറ്റ് ആണ് A, B, C. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോ എനിക്ക് ഈ R എന്ന് പറയുന്ന റിലേഷൻ ആദ്യം വേണ്ടത് റിഫ്ലക്സീവ് ആണോ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ റിഫ്ലക്സീവ് ആകണമെങ്കിൽ എന്തായിരിക്കണം പ്രോപ്പർട്ടി? ആർക്കെങ്കിലും പറയാമോ? ഒരു എല്ലാ എലമെന്റും അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ആണോ? ആണ്. കാരണം എന്താണ്? എയിലെ ക്യാപിറ്റൽ എയിലെ എലമെന്റ് എ ബി സി, ഇവിടെ എ ഉണ്ട്, ബി ബി ഉണ്ട്, സി സി ഉണ്ട്. ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. Therefore, R is reflexive. കഴിഞ്ഞു, പ്രശ്നമില്ല. അപ്പൊ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി കഴിഞ്ഞു. ഇനി എന്താണ് സിമ്മട്രിക് പ്രോപ്പർട്ടി അനുസരിച്ച് ഒരു എലമെന്റ് എ എന്ന എലമെന്റ് ബിയിനോട് റിലേറ്റഡ് ആണെങ്കിൽ തിരിച്ച് ബി എന്ന എലമെന്റ് എയിനോടും റിലേറ്റഡ് ആയിരിക്കണം. എ എന്ന എലമെന്റ് ബിയിനോട് റിലേറ്റഡ് ആണെങ്കിൽ ബി എന്ന എലമെന്റ് എയിനോടും റിലേറ്റഡ് ആയിരിക്കണം. അതാണ് എന്താ സിമ്മട്രിക് റിലേഷൻ. നോക്കുക, ഇവിടെ എ ഉണ്ട്, തിരിച്ചിട്ടാൽ എ തന്നെ അത് തന്നെയാണ് ഉണ്ട്. ബി ബി ഉണ്ട്, തിരിച്ചിട്ടാലും ബി ബി. സി സി തിരിച്ചിട്ടാലും സി സി, കുഴപ്പമില്ല. അടുത്ത എ ബി തിരിച്ചു പറഞ്ഞാൽ ബി എ ആണ്. എ ബി ബി എ, ബി എ ഈ കൂട്ടത്തിലില്ല. അപ്പൊ എ ബിയുമായിട്ട് റിലേറ്റഡ് ആണ്, പക്ഷെ ബി എയുമായിട്ട് റിലേറ്റഡ് അല്ല. ഉണ്ടെങ്കിൽ തിരിച്ചും വേണം. ഇവിടെ ഉണ്ട് പക്ഷെ തിരിച്ചില്ല. അതുകൊണ്ട് R is not symmetric. സിമ്മട്രിക് അല്ല. കണ്ടല്ലോ. അതുപോലെ തന്നെ ബി സി ഉണ്ട്, സി ബി ഇല്ല. എ സി ഉണ്ട്, സി എ ഇല്ല. അതുകൊണ്ട് സിമ്മട്രിക് അല്ല. ഇനി ട്രാൻസിറ്റീവ് ആണോ? ട്രാൻസിറ്റീവ് ആണ്. എ ഉണ്ട്. ഇനി അടുത്ത എ ബി, എയിൽ തുടങ്ങുന്ന ആരെങ്കിലും, അതായത് ഇവിടത്തെ രണ്ടാമത്തെ ആളിൽ തുടങ്ങുന്ന ആരെങ്കിലും വേണം. എയിൽ തുടങ്ങുന്ന ആളില്ല, എയിൽ തുടങ്ങുന്ന ആൾ ഇതായിരിക്കും. എ ബി ഉണ്ട്, എ ഉണ്ട്, എ ബി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ ബി വേണം. ആദ്യത്തെ ആളും അവസാനത്തെ ആളും വേണം. എ ഉണ്ട്, എ ബി ഉണ്ട്, ആദ്യത്തെ ആളും അവസാനത്തെ ആളും, അതായത് എ ബി തന്നെ അതുണ്ട്. അതായിരിക്കും, ഇയാള് തന്നെയാണ്. പ്രശ്നമില്ല. ഇനി എയിൽ തുടങ്ങുന്ന ആള് ദേ കിടക്കുന്നു. എയിൽ തുടങ്ങുന്ന ആളെ എയും എ സിയും, എയും എ സി. അങ്ങനെയാണെങ്കിൽ എ സി വേണം. ആദ്യത്തെ ആളും ഏറ്റവും അവസാനത്തെ ആളും എ സി വേണം. ഉണ്ടല്ലോ, ഇതാണല്ലോ എ സി. കഴിഞ്ഞു. ഇനി ബി ബി, ബിയിൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബിയിൽ തുടങ്ങുന്ന ആൾ ഇതായിരിക്കുന്നു. ബി ബി
BC. അങ്ങനെയാണെങ്കിൽ BC വേണം. അത് ഇത് തന്നെയാണ്, ഉണ്ട്. അടുത്ത CC. ഇനി സിയിൽ തുടങ്ങുന്ന ആരെങ്കിലും വേണം. സിയിൽ തുടങ്ങുന്ന ആരെങ്കിലും? ആരുമില്ല. സിയിൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കി, ആരുമില്ല. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇംപ്ലിക്കേഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ച്, ഇംപ്ലിക്കേഷന്റെ ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് താനെ ട്രാൻസിറ്റിവിറ്റി വന്നോളും. അവിടെ നോക്കണ്ട, കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്ത AB. ബിയിൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബിയിൽ തുടങ്ങുന്ന ആരെങ്കിലും. ബിയിൽ തുടങ്ങുന്ന ആൾ ഇവിടെ ഉണ്ട്. അത് നമ്മൾ നോക്കിയിരുന്നു. AB, BB, AB വരും. AB, BB, ആദ്യത്തെ അവസാനത്തെ ആളും AB. അതുണ്ട്, കുഴപ്പമില്ല. ഇനി അടുത്ത് AB ഇതാ കിടക്കുന്നു, BC. AB, BC, AC ആവും. ദേ കിടക്കുന്നു. AB, BC, AC ആണ് ദേ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ട്രാൻസിറ്റിവിറ്റി ഉണ്ട്. ഇനി BC, സിയിൽ അവസാനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സിയിൽ തുടങ്ങുന്ന ഒരാൾ വേണം. ദേ കിടക്കുന്നു BC, CB. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും BC. അത് ഇത് തന്നെയാണ്, ഉണ്ട്. ഫൈനലി AC. സിയിൽ തുടങ്ങുന്ന ആളുണ്ട്. ദേ കിടക്കുന്നു AC, CC. AC, CC, അത് AC തന്നെയാണ്. ദേ കിടക്കുന്നു. വി ആർ ഡൺ. എല്ലാം ഓക്കെയാണ്, എല്ലാം ഓക്കെ. ആ, ഏതാണ് പറയാനുള്ളത്? BC ഉണ്ടല്ലോ. നമുക്കിനി സിയിൽ തുടങ്ങുന്ന, ഇവിടെ അവസാനിച്ച ആളിൽ തുടങ്ങുന്ന വേണം. അതായത് സിയിൽ തുടങ്ങുന്ന ആരെങ്കിലും വേണം. സിയിൽ തുടങ്ങുന്ന ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പോ BC, CC. അപ്പൊ ഇതിൽ ആദ്യത്തെ ആള് B, ഇതിൽ അവസാനത്തെ ആള് C. അപ്പൊ BC ആണ് വേണ്ടത് ട്രാൻസിറ്റീവ് റിലേഷൻ അനുസരിച്ച്. BC അത് ഇത് തന്നെയാണ്, അത് ഇയാള് തന്നെയാണ്. BC, CC, BC തന്നെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത്. മനസ്സിലായോ? സിമിലർലി AC. സിയിൽ തുടങ്ങുന്ന ആള് വേണം. CC തന്നെയാണ്. AC, CC. അപ്പൊ ഇതിൽ ആദ്യത്തെ ആളും അവസാനത്തെ ആളും, അതായത് AC, അതാ ഇയാള് തന്നെ. കണ്ടല്ലോ? അപ്പൊ ട്രാൻസിറ്റീവ് റിലേഷൻ വരേണ്ട എല്ലാ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ട്രാൻസിറ്റീവ് റിലേഷൻ വരേണ്ട എല്ലാ കാര്യങ്ങളും, ഓരോ എലമെന്റും ട്രാൻസിറ്റീവ് റിലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Therefore, R is transitive. R is transitive. അപ്പൊ റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലെക്സീവ് അല്ല, സിമ്മട്രിക് ആണ്. റിഫ്ലെക്സീവ് ആണ്, സിമ്മട്രിക് അല്ല, ട്രാൻസിറ്റീവ് ആണ്. ശരി. അപ്പോ നമ്മളിപ്പോ റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് എന്നൊക്കെ പഠിച്ചില്ലേ? അപ്പോ എന്റെ ഒരു ചോദ്യം ഇതാണ്, ഇയാളെ ഒന്ന് സിമ്മട്രിക് ആക്കാനായിട്ട് ആരെയൊക്കെ കുറച്ച് എലമെന്റിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്മട്രിക് ആക്കാൻ കഴിയുമോ? ചുമ്മാ ജസ്റ്റ് ഫോർ ടൈം ബീങ് ഞാൻ പറയാണ്, ആളെ എന്തേലുമൊക്കെ എലമെന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്മട്രിക് ആക്കാൻ കഴിയുമോ? അപ്പോ നമ്മുടെ ഈ സിമ്മട്രിക് ആകാതെ വന്നത് എന്തുകൊണ്ടായിരുന്നു? എ തിരിച്ചിടുമ്പോ എ ഉണ്ട്, BB തിരിച്ചിടുമ്പോ BB ഉണ്ട്, CC തിരിച്ചിടുമ്പോ CC, അതിനകത്ത് തന്നെ ഉണ്ട്, പ്രശ്നമില്ല. പക്ഷെ AB തിരിച്ചിട്ട BA ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് തന്നെ സിമ്മട്രിക് അല്ല എന്ന് പറഞ്ഞ് ഇയാളെ അങ്ങ് അവസാനിപ്പിച്ചത്. അപ്പൊ നമുക്ക് ഈ റിലേഷനിൽ ഒരു BA കൂടെ അങ്ങ് ആഡ് ചെയ്യാം, BA കൂടെ അങ്ങ് ഉൾപ്പെടുത്താം. കഴിഞ്ഞില്ല. BC ഉണ്ട്. BCയുടെ ഓപ്പോസിറ്റ് CB ഇല്ല. ശരി, അതിനെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്താം. ഇനി അടുത്ത AC ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CAയും കൂടെ വേണമായിരുന്നു. CA ഇല്ല. ശരി, CAയും കൂടെ അങ്ങ് ഉൾപ്പെടുത്താം. അതായത് നിങ്ങളുടെ ഓൾറെഡി R ഉണ്ട്. അതിന് ഞാൻ ആറിന് അതേപോലെ ഞാൻ എഴുതുന്നില്ല, R തന്നെയാണ് മെൻഷൻ ചെയ്യുന്നത്. R യൂണിയൻ AB ഉണ്ടായിരുന്നു, BAയുടെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ BA. അടുത്ത BC ഉണ്ടായിരുന്നു, CBയുടെ ആവശ്യം ഉണ്ടായിരുന്നു, CBയും കൂടെ ആഡ് ചെയ്യും. ഇനി AC ഉണ്ടായിരുന്നു, CAയുടെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു, CA ആഡ് ചെയ്യും. ഇപ്പൊ ഈ പുള്ളിക്കാരൻ സിമ്മട്രിക് ആയില്ലേ? ഇല്ലേ? സിമ്മട്രിക് ആയില്ലേ? സംശയം ഉണ്ടോ? ഒന്ന് നോക്കിയേക്ക്. R കൂടെ BAയും CBയും CAയും കൂടെ സിമ്മട്രിക് ആകാൻ ഈ 3 പേരുടെയും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു.
ഇവരെ 3 പേരെയും കൂടെ അതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയപ്പോൾ സിമെട്രിക് ആയി. ശരിയാണോ? ആർക്കും ഒന്നും പറയാനില്ലേ? അപ്പൊ അത് സിമെട്രിക് ആയി. ഓക്കെ, വി ആർ ഡൺ. വളരെ സിമെട്രിക് ആയി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിങ്ങൾക്കിപ്പോ സിമെട്രിക്കും ട്രാൻസിറ്റീവും ഒക്കെ തിരിച്ചറിയാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമില്ലായിരിക്കും. ലെറ്റ് R be a relation, R be a relation from A to A such that R is equal to AA AB, where A is equal to ABC. ഇയാള് സിമെട്രിക് ആണോ ട്രാൻസിറ്റീവ് ആണോ, സിമെട്രിക് റിഫ്ലക്സീവ് ട്രാൻസിറ്റീവ് ആണോ എന്നൊന്ന് വെരിഫൈ ചെയ്യുക. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്തോളാം. ഫോർ ടൈം ബീയിങ് നിങ്ങൾ ചെയ്തോളാം. ദാറ്റ്സ് ഇറ്റ്. കണ്ടല്ലോ? ശരി, ഞാനിത് ഈ ഒരു ചെക്കിംഗ് ഇവിടെ വെച്ചങ്ങ് നിർത്തുകയാണ്. നിങ്ങൾ ചെയ്തോളാം ബാക്കി. ശരി, കാരണം നിർത്തുകയല്ല, നമുക്ക് ഇനിയും വേണ്ടി വരും, ചെക്ക് ചെയ്യേണ്ടി ഇനിയും വരും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലൂടെ തന്നെ നമുക്കത് ചെയ്തു പോകാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നത്. വെറുതെ എന്തിനാണ് നമ്മുടെ സമയം കളയുന്നത്. ശരി, അപ്പോ നെക്സ്റ്റ് വൺ, ഇൻവേഴ്സ്. ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ. ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ വളരെ സിമ്പിൾ ആണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതായത് ആർ എന്ന് പറയുന്ന റിലേഷൻ, ലെറ്റ് ആർ ബി എ റിലേഷൻ ഫ്രം, അല്ലെങ്കിൽ റിലേഷൻ ഇൻ എ, എയിലുള്ള റിലേഷൻ, എ ടു എ എന്ന് വീണ്ടും വീണ്ടും പറയണ്ട, റിലേഷൻ ഇൻ എ എന്ന് എഴുതുക. റിലേഷൻ ഇൻ എ. ദെൻ റിലേഷൻ ഇൻ എ ക്രോസ് ബി എന്ന് എഴുതിക്കട്ടെ, എ ക്രോസ് ബി. ദെൻ ആർ ഇൻവേഴ്സ്, അതായത് ഇൻവേഴ്സ് ആണ് കേട്ടോ, ആർ ഇൻവേഴ്സ് അതായത് എന്താണ്, റിലേഷന്റെ ഇൻവേഴ്സിനെയാണ് ആർ ഇൻവേഴ്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ്, അതായത് നിങ്ങളുടെ റിലേഷനില് എ കോമ ബി എന്ന ഒരു എലമെന്റ് ഉണ്ട് എങ്കിൽ, എ കോമ ബി എന്ന ഒരു ടപ്പിൾ ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റിന്റെ കളക്ഷൻ ആണ് ആർ ഇൻവേഴ്സ്. കഴിഞ്ഞു. ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ. നിങ്ങളുടെ റിലേഷന്റെ അകത്ത് എന്താണ്, എ ബി എന്നൊരു ആളുണ്ടെങ്കിൽ, ബി എ എന്ന് തിരിച്ചെഴുതുന്നതാണ് ആർ ഇൻവേഴ്സിന്റെ കളക്ഷൻ. വി ആർ ഡൺ. ആർ ഇൻവേഴ്സ്. എന്തോ കേട്ടില്ല, ആരോ എന്തോ ചോദിച്ചു, ഞാൻ കേട്ടില്ല. ഓക്കെ, ശരി. അപ്പോ ഇൻവേഴ്സ് റിലേഷൻ എന്ന് പറയുമ്പോ ഇപ്പോ നമ്മൾ തന്നെ പറഞ്ഞില്ലേ, പാരന്റ് ഓഫ് എന്ന റിലേഷൻ, അതിന്റെ ഇൻവേഴ്സ് എന്താണ്, ചൈൽഡ് ഓഫ് എന്നായിരിക്കും. പാരന്റ് ഓഫ് എന്ന റിലേഷന്റെ ഓപ്പോസിറ്റ് ചൈൽഡ് ഓഫ് എന്നായി മാറും. റിലേഷൻ മാറും, റിലേഷന്റെ പേര് മാറും. ബട്ട് ഞാൻ അതിന്റെ ഒരു എന്താണ് ആൻസർ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എന്താണ്, ഫോർ എക്സാമ്പിൾ സേ എന്താ പറയാ, റാം ഇസ് ദ ഫാദർ ഓഫ് മനു. അപ്പോ റാം മനു, അതാണ് നമ്മുടെ ടപ്പിൾ. റാം ഇസ് ദ ഫാദർ ഓഫ് മനു. റാം മനു എന്നായിരിക്കും നമ്മുടെ ടപ്പിൾ. അപ്പോ ഇതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മനു റാം എന്നായിരിക്കും. മനു റാം. അപ്പോ റിലേഷൻ മാറും, റിലേഷൻ നേരെ തിരിയും.
ഫാദറിലെ പാരന്റ് ഓഫ് എന്ന് പറയുന്ന റിലേഷൻ ചൈൽഡ് ഓഫ് എന്നായി മാറും. ചൈൽഡ് ഓഫ് എന്താണ്? മനു ഇസ് ദ ചൈൽഡ് ഓഫ് റാം. മനു ഇസ് ദ ചൈൽഡ് ഓഫ് റാം. അത്രേ ഉള്ളൂ R inverse. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻവേഴ്സ്. സോ ഫോർ എക്സാമ്പിൾ, ലെറ്റ് എക്സാമ്പിൾ ആണ്, ലെറ്റ് R is equal to 1 3 3 2 3 2 2 2. അങ്ങനെയാണെങ്കിൽ R inverse എന്തായിരിക്കും? R inverse എന്തായിരിക്കും പറയാമോ ആർക്കെങ്കിലും? R inverse 3 1. 1 3 ഉണ്ട്. അപ്പൊ അയാളുടെ നേരെ ഓപ്പോസിറ്റ് 3 1. അടുത്ത 2 3 2 3 2 2 2. ഇതിനെ തിരിച്ചിട്ടാലും 2 2 തന്നെയാണ്. അപ്പൊ 2. ഇതാണ് ഇൻവേഴ്സ്. ഇതാണ് ഇൻവേഴ്സ് ഓഫ് എ റിലേഷൻ. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. വി ആർ ഡൺ. ഓക്കെ, റിലേഷന്റെ ഇൻവേഴ്സ് ഇത്രയോ. നൗ അനദർ വൺ ഇസ് കോമ്പോസിഷൻ. ഇൻവേഴ്സ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കോമ്പോസിഷൻ. കോമ്പോസിഷൻ കോമ്പോസിഷൻ ഓഫ് ടു റിലേഷൻ, കോമ്പോസിഷൻ ഓഫ് റിലേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് the composition of a relation R1 from A cross B and R2 from B cross C. രണ്ട് റിലേഷൻ ആണ് കേട്ടോ എടുക്കുന്നത്. എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ഒരു റിലേഷനും ബിയിൽ നിന്ന് സിയിലേക്ക് പോകുന്ന റിലേഷൻ. നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യത്തെ റിലേഷന്റെ രണ്ടാമത്തെ ടപ്പിൾ വരുന്നതും രണ്ടാമത്തെ റിലേഷന്റെ ആദ്യത്തെ ടപ്പിൾ വരുന്നതും ഒരേ സെറ്റിൽ നിന്നായിരിക്കണം. അതൊന്ന് നോട്ട് ചെയ്യുക. എന്താണ്? R1ന്റെ രണ്ടാമത്തെ ടപ്പിൾ വരുന്നതും R2ന്റെ രണ്ടാമത് നമ്മൾ എടുക്കുന്ന റിലേഷന്റെ ആദ്യത്തെ ടപ്പിൾ വരുന്നതും ഒരേ സെറ്റിൽ നിന്നായിരിക്കും. എങ്കിലേ ഇവരെ കോമ്പോസിഷൻ എടുക്കാൻ പറ്റും. ഈ കോമ്പോസിഷൻ എന്ന് വെച്ചാൽ രണ്ടുപേരെ ഒന്ന് ചേർത്ത് വെക്കുക. നമ്മുടെ ഈ ട്രാൻസിറ്റിവിറ്റി ഒക്കെ ചെയ്യുന്ന പോലത്തെ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ട്രാൻസിറ്റിവിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. A cross B, B cross C. ആ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ വിട്ടുപോകും ചിലപ്പോൾ. കണ്ട, രണ്ടാമത്തെ ടപ്പിൾ, ആദ്യത്തെ റിലേഷന്റെ രണ്ടാമത്തെ ടപ്പിളും രണ്ടാമത്തെ റിലേഷന്റെ ആദ്യത്തെ ടപ്പിളും ഒന്നായിരിക്കും. അപ്പൊ രണ്ട് റിലേഷൻ എടുത്തു. Okay, composition of the relation R1 from A cross B and R2 from B cross C is denoted as ഇങ്ങനെയാണ് കേട്ടോ. R1 composition R2. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. R1 composition R2. It is the collection of. Definition നോക്കുക. It is the collection of എന്താണ്? AB R1ലും BC R2ലും ഉണ്ടെന്ന് വിചാരിക്കുക. AB R1ലും BC R2ലും ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കുക, രണ്ടാമത്തെ ടപ്പിൾ, ഇവിടത്തെ രണ്ടാമത്തെ ടപ്പിളും ഇവിടത്തെ ആദ്യത്തെ ടപ്പിളും ഒന്നാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെന്റിന്റെയും അവസാനത്തെ ആളുടെയും കളക്ഷൻ ആയിരിക്കും നിങ്ങളുടെ കോമ്പോസിഷൻ. കണ്ടല്ലോ, നമ്മുടെ ട്രാൻസിറ്റിവിറ്റി പോലെ, ഏകദേശം ട്രാൻസിറ്റിവിറ്റി പോലെ. പക്ഷെ ട്രാൻസിറ്റിവിറ്റി ഇയാളും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്. R1 കോമ്പോസിഷൻ R2 എന്ന് പറയുന്നത് AC-യുടെ കളക്ഷൻ ആയിരിക്കും. It is the collection of AC. എന്ത് AC? അത് AB R1ലും, അതായത് നോക്കുക, രണ്ടാമത്തെ ടപ്പിൾ ശ്രദ്ധിക്കുക, ആൻഡ് BC R2ലും ഉണ്ടാകണം. AB R1ലും
BCR2 ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ എലമെന്റ് അവസാനത്തെ എലമെന്റിന്റെ അതുണ്ടാക്കുന്ന ടപ്പിളിന്റെ കളക്ഷനാണ് R1 കോമ്പോസിഷൻ R2. R1 കോമ്പോസിഷൻ R2. ഓക്കെ, അതായത് AC ഇതിൻ്റെ അകത്തൊരു എലമെന്റ് ആകണമെങ്കിൽ, AC ഇതിനകത്തൊരു എലമെന്റ് ആകണമെങ്കിൽ there existന്റെ സിമ്പിൾ ആണ് കേട്ടോ. there exist B element of capital B such that ഞാൻ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് കാര്യമായിട്ട് പറയാണ്. there exists B element of B such that AB belongs to R1, BC belongs to R2. ഇവര് തമ്മിൽ എയും സിയും തമ്മിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജായി ആക്ട് ചെയ്യുന്ന ഒരു ബി നമുക്ക് കിട്ടണം. എങ്കിലാണ് കോമ്പോസിഷനായി മാറുന്നത്. ട്രാൻസിറ്റിവിറ്റി ഏകദേശം ട്രാൻസിറ്റിവിറ്റി പോലെ തന്നെയാണ്, ഒന്ന് ചെറിയൊരു വ്യത്യാസം മാത്രമേ അവിടെ ഉള്ളൂ. കണ്ടല്ലോ? അപ്പോ AC എങ്ങനെ വന്നു എന്ന് നമ്മൾ കണ്ടു. ഇതാണ് കോമ്പോസിഷൻ. ഓക്കെ, ഡൺ. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ് കോമ്പോസിഷൻ റിലേഷന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ജസ്റ്റ് റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. മനു is the father of Manu is the father of Ram, and Ram is the father of എന്താണ് റാം ഒരു പേര് എന്താ പറയാ, വേറൊരു പേര് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യാമോ? ആർക്കും സജസ്റ്റ് ചെയ്യാനില്ല. റാം ഇസ് ദ ഫാദർ ഓഫ് എക്സ്. പെട്ടെന്ന് എനിക്ക് പേരൊന്നും വരുന്നില്ല. എക്സ്. ഓക്കെ, മനു ഇസ് ദ ഫാദർ ഓഫ് റാം ആൻഡ് റാം ഇസ് ദ ഫാദർ ഓഫ് എക്സ്. നിങ്ങൾ നോക്കുക, ബ്രിഡ്ജായി ഞാൻ പറഞ്ഞ ബ്രിഡ്ജ് ഉണ്ടല്ലോ. ഇപ്പൊ മനു ഫാദർ എന്ന റിലേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മനു റാം എക്സ്. കണ്ടല്ലോ? ഈ രണ്ട് റിലേഷന്റെ, അതായത് ഫാദർ ഓഫ് എന്ന് പറഞ്ഞ രണ്ട് റിലേഷനും ഒന്ന് തന്നെയാണ്. അയാളുടെ കോമ്പോസിഷൻ അങ്ങനെയാണെങ്കിൽ മനുവും എക്സും തമ്മിലുള്ള റിലേഷൻ എന്താണ്? മനുവും എക്സും തമ്മിലുള്ള റിലേഷൻ ആണ് എനിക്ക് വേണ്ടത്. മനു റാമിന്റെ അച്ഛനാണ്, റാം എക്സിന്റെ അച്ഛനാണ്. അങ്ങനെയാണെങ്കിൽ മനുവും എക്സും തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും? ആർക്കെങ്കിലും പറയാമോ? എക്സിന്റെ ഗ്രാൻഡ് ഫാദർ. അതെ, എക്സിന്റെ ഗ്രാൻഡ് ഫാദർ ആണ്. കഴിഞ്ഞു. പുതിയൊരു റിലേഷൻ, കോമ്പോസിഷൻ റിലേഷൻ. ഫാദർ ഓഫ് എന്ന് പറയുന്ന റിലേഷന്റെ കോമ്പോസിഷൻ ആണ് ഗ്രാൻഡ് ഫാദർ. അതാണ് ഒരു ഉദ്ദേശം. അപ്പൊ മനു ഇസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് എക്സ്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഈ കോമ്പോസിഷൻ റിലേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് വേണമെങ്കിൽ ചുമ്മാ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ സിബ്ലിംഗ് ഓഫ് റിലേഷൻ, കോമ്പോസിഷൻ സിബ്ലിംഗ് തന്നെ ആയിരിക്കും കേട്ടോ. അതായത് ഇപ്പോ എക്സ് ഇസ് ദ സിബ്ലിംഗ് ഓഫ് വൈ, y is the sibling of z. Okay, x is the sibling of y is the sibling of z. അവരുടെ രണ്ടുപേരുടെ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ x z സിബ്ലിംഗ് തന്നെ ആയിരിക്കുമല്ലോ. സിബ്ലിംഗ് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? x is the sibling of y is the sibling of z, then x z. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. കോമ്പോസിഷൻ എടുക്കുമ്പോൾ പഴയ ആള് തന്നെ തിരിച്ചു വരാം. ഇനിയിപ്പോ ഓക്കെ, അത്ര മതി. അപ്പോ ഇതാണ് കോമ്പോസിഷൻ എന്ന് പറയുന്ന സാധനം, രണ്ട് റിലേഷന്റെ കോമ്പോസിഷൻ. ഇനി അടുത്ത അപ്പോ എന്താണ്, പിന്നെ ഒരു ചെറിയൊരു നൊട്ടേഷനും കൂടെ ജസ്റ്റ് ഒന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പൊ എ ബി എന്ന് പറയുന്ന എലമെന്റ് ഒരു റിലേഷന്റെ അകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എഴുതാറുണ്ട് എ റിലേറ്റഡ് ടു ബി എന്ന്. ഇങ്ങനെ എ റിലേറ്റഡ് ടു ബി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. എ ബി ബിലോങ്സ് ടു ആർ മീൻസ് എ റിലേറ്റഡ് ടു ബി.
അതെന്താണ് റിലേഷൻ എന്ന് അറിയാൻ പാടില്ല. എ റിലേറ്റഡ് ടു ബി. ഇവിടെ അതാണ് ഞാൻ എഴുതിയത്. എ റിലേറ്റഡ് ടു ബി. എ റിലേറ്റഡ് ടു ബി. കഴിഞ്ഞു. കണ്ടല്ലോ? ശരി. അതൊരു ജസ്റ്റ് ഒരു സിംപിളൈസേഷൻ ആണ്. അത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി, വേറെ കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് we are discussing about closure of a relation. Closure of a relation. Closure of a relation. Suppose നിങ്ങളുടെ കയ്യിൽ ഒരു റിലേഷൻ തന്നു. ആ റിലേഷനിൽ ഇപ്പൊ നമുക്ക് ഒരു റിലേഷൻ തന്നു കഴിഞ്ഞാൽ ആ റിലേഷനിൽ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത്, അതായത് നമ്മുടെ കയ്യിൽ കുറെ പ്രോപ്പർട്ടി ഉണ്ടല്ലോ, ഈ റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. അതായത് മാത്സുകാർക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇപ്പൊ നമ്മളൊരു ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് നല്ല പൊക്കം ഉണ്ടോ, നല്ല സൗന്ദര്യം ഉണ്ടോ, നല്ല ഷൂസ് ആണോ ഇട്ടേക്കുന്നത്, നല്ല ഷർട്ടാണോ ഇട്ടേക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് നോക്കും അല്ലെ. ഒരു മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ്. ഇതുപോലെ തന്നെയാണ് മാത്സുകാരുടെ കാര്യം. ഒരു റിലേഷൻ കണ്ടു കഴിഞ്ഞാൽ ആദ്യം അയാൾ നോക്കുന്നത് പുള്ളിക്കാരൻ സിമ്മട്രിക് ആണോ, റിഫ്ലക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ, ജസ്റ്റ് ഫോർ കൗതുകം. അങ്ങനെ നോക്കാറുണ്ട്. അപ്പോ ഈ ഒരു സ്വഭാവമാണ് ഈ ക്ലോഷർ എന്ന പ്രോപ്പർട്ടിയുടെ ഡെഫിനിഷനും കാരണമായിട്ട് വന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഒരു റിലേഷൻ തന്നു. ഓഫ് കോഴ്സ് യു വിൽ ബി ലുക്കിംഗ് ഫോർ സം പ്രോപ്പർട്ടീസ്. ഓക്കെ, നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കി. അല്ല പോട്ടെ, പ്രോപ്പർട്ടി ഇല്ല എന്ന് വിചാരിച്ചോ. നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ അയാൾക്ക് നല്ല ഷൂ ഇല്ല എങ്കിൽ അടുത്ത അയാളുടെ ബർത്ത്ഡേക്ക് നല്ല ഷൂ വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ നോക്കും. അതാണ് ക്ലോഷറും ചെയ്യാൻ പോകുന്നത്. അയാൾക്ക് ആ പ്രോപ്പർട്ടി ഇല്ല, അല്ലെങ്കിൽ നമുക്ക് അയാൾക്ക് ഒരു പ്രോപ്പർട്ടി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോപ്പർട്ടി അയാൾക്ക് എങ്ങനെയും എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് അക്വയർ ചെയ്യാൻ എന്തൊക്കെ വേണം എന്നുള്ളത് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരു ഇന്ന പ്രോപ്പർട്ടി അയാൾക്ക് വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അയാൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നമ്മൾ അയാൾക്ക് കൊടുക്കും. അയാൾക്ക് കുറച്ച് റിലേഷനിലെ കുറച്ച് എലമെന്റ്സ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ അങ്ങനെ ഒരാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും കളഞ്ഞ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യത്തില്ല. നമ്മള് അയാൾക്ക് മിനിമം നീഡിന് വേണ്ടിയിട്ടുള്ള കാര്യമേ കൊടുക്കത്തുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗിഫ്റ്റ് ചെയ്യുമ്പോഴും ഇപ്പൊ ഒരു പെയർ ഓഫ് ഷൂ മാത്രമേ ഗിഫ്റ്റ് ചെയ്യത്തുള്ളൂ, 10 പെയർ ഓഫ് ഷൂ ഗിഫ്റ്റ് ചെയ്യത്തില്ല. മനസ്സിലായി? അയാൾക്ക് ആ ഒരു കൈൻഡ് ഓഫ്, അയാൾക്ക് ഒരു ഷൂ ഇല്ല, നല്ലൊരു ഷൂ ഇല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു ഷൂ, അയാൾക്ക് ആ പ്രോപ്പർട്ടി റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷൂ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യും. ദ മിനിമം എമൗണ്ട് ആ പ്രോപ്പർട്ടി റീച്ച് ചെയ്യാനുള്ള കാര്യം നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യും. കാണല്ലോ? അപ്പൊ അയാൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടി, അയാൾക്ക് ഷൂ ഉണ്ട്, ഡൺ. ഇതാണ് ക്ലോഷർ ഓഫ് എ റിലേഷൻ. അപ്പൊ ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ട് പറയാം. ഒരു റിലേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പൊ ഡെഫിനിഷൻ ഞാൻ എഴുതുകയാണ്. ഡെഫിനിഷൻ: ക്ലോഷർ ഓഫ് എ റിലേഷൻ are with respect to property P. അതായത് റിലേഷൻ 6 കണ്ടു, അയാൾക്ക് ഒരു പ്രോപ്പർട്ടി പിയുടെ കുറവ് നിങ്ങൾ കണ്ടു. അപ്പൊ അയാൾക്ക് ആ പ്രോപ്പർട്ടി പി ഒന്ന് ആഡ് ചെയ്യാനാണ് നിങ്ങളുടെ ആഗ്രഹം. ആ പ്രോപ്പർട്ടി പി നിങ്ങൾ ആഡ് ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. അപ്പോ ഇയാളുടെ ക്ലോഷറിന്റെ അകത്ത് is the relation yes such that ഓക്കെ, ആർ എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു പ്രോപ്പർട്ടി പി ആഡ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആറിന്റെ അകത്ത് കുറച്ച് എലമെന്റ് കൂടെ ആഡ് ചെയ്യുമ്പോൾ അയാൾ ഒരു പുതിയ റിലേഷനായി മാറുമേ. അയാളെ ഞാൻ എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അയാളൊരു പുതിയ റിലേഷനായി മാറും, അതിനെ ഞാൻ എസ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ എസ്സിന് എന്തൊക്കെ വേണം? ഒന്നാമത്തെ കാര്യം എന്താണ്? മസ്റ്റ് കണ്ടെയ്ൻ ആർ ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആർ.
അതായത് ഓൾറെഡി എന്തൊക്കെ അയാൾക്ക് ഉണ്ടായിരുന്നോ അതെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാകണം. അതിൻ്റെ അകത്ത് ഉണ്ടാകണം. ഓൾറെഡി ഉണ്ടായിരുന്ന ആരെയും കളയാൻ നമുക്ക് അനുവാദമില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന ആളെ ആരെയും കളയാൻ നമുക്ക് അനുവാദമില്ല. അതുകൊണ്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി കണ്ടെയ്ൻസ് ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി മസ്റ്റ് ഹാസ് പ്രോപ്പർട്ടി പി. അയാൾക്ക് പി എന്ന പ്രോപ്പർട്ടി ഉണ്ടാകണം. അതായത് എന്ന പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ അതിന് വേണ്ട ആൾക്കാരെയൊക്കെ നമ്മൾ ആഡ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പ്രോപ്പർട്ടി പി ഉണ്ടാകണം. ആൻഡ് തേർഡ് പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തോ, ഷൂ വാങ്ങിച്ചു കൊടുത്തോ, എങ്കിലും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഷൂ ആയിരിക്കുമല്ലോ. ആ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ആ കാര്യം മാത്രം, പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കാര്യം മാത്രമല്ലേ ചെയ്യത്തുള്ളൂ. അതായത് സ്മോളസ്റ്റ് പോസിബിൾ വേയിലായിരിക്കണം നിങ്ങൾ പി എന്ന പ്രോപ്പർട്ടി അയാൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. The smallest has to be the smallest relation satisfying 1 and 2. Satisfying 1 and 2. Has to be the smallest relation satisfying 1 and 2. അത് നിങ്ങൾ കൊടുത്തോ, നിങ്ങൾ ഷൂ കൊടുത്തോ, പ്രോപ്പർട്ടി പി ഇല്ല, ഷൂ ഇല്ല, ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ അയാൾ ഷൂ കൊടുത്തോ. പക്ഷെ ഒരു ഷൂവേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. 2 ഷൂവോ 3 ഷൂവോ അങ്ങനെയൊന്നും കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല. പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാൻ എന്താണോ വേണ്ടത് അത് മാത്രം. അതാണ് തേർഡ് പ്രോപ്പർട്ടി പറയുന്നത് അതാണ്. ഇത്രയും സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ the resulting yes is the closure of the relation R with respect to the property P. Relation R ന്റെ ക്ലോഷർ എന്ന് പറയുന്നത് with respect to P will be yes. yes ന് എന്തൊക്കെ പ്രോപ്പർട്ടി വേണം? ഓൾറെഡി ആറിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രോപ്പർട്ടിയും വേണം. പിന്നെ ഈ പ്രോപ്പർട്ടി പി അറ്റൈൻ ചെയ്യാൻ, ഹാസ് ദ പ്രോപ്പർട്ടി പി എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പ്രോപ്പർട്ടി പി അറ്റൈൻ ചെയ്യാൻ എന്തൊക്കെ വേണമോ അതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുക. ബട്ട് സച്ച് ദാറ്റ് തേർഡ് പ്രോപ്പർട്ടി സച്ച് ദാറ്റ് 1ഉം 2ഉം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏറ്റവും സ്മോളസ്റ്റ് റിലേഷൻ ആയിരിക്കണം യെസ്. അതായത് ഇവിടെ പ്രോപ്പർട്ടി പി സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ആളെ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ വാരി വലിച്ച് കൊടുക്കരുത്. ടു ദ പോയിന്റ് കൊടുത്താൽ മതി. ശരി, എക്സാമ്പിൾ കാണാം കേട്ടോ. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. Find the reflexive closure of R, where R is equal to AB, AC, AC, BC. A is equal to collection of ABC. കണ്ടല്ലേ, R എന്ന് പറയുന്ന റിലേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്ലക്സീവ് ക്ലോഷർ ആണ്. ആറിന്റെ റിഫ്ലക്സീവ് ക്ലോഷർ ആണ്. അതായത് ആറിന് റിഫ്ലക്സീവ് എന്ന പ്രോപ്പർട്ടി വരുന്ന രീതിയിൽ ക്ലോഷർ ഉണ്ടാക്കണം. അതായത് നിങ്ങളുടെ പ്രോപ്പർട്ടി പി ഉണ്ടല്ലോ, റിഫ്ലക്സീവ് ആണ്. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വരുന്ന രീതിയിൽ ആറിന്റെ ക്ലോഷർ കണ്ടുപിടിക്കണം. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആർ റിഫ്ലക്സീവ് ആണോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആർ റിഫ്ലക്സീവ് ആണോ? നോക്കിയിട്ട് പറയാമോ ആർ റിഫ്ലക്സീവ് ആണോ എന്ന്?
ആർക്കൊന്നും പറയാനില്ലേ? ആർ റിഫ്ലക്സീവ് അല്ലല്ലോ. അല്ല. അപ്പൊ റിഫ്ലക്സീവ് ആകാൻ ആരെ കൊടുക്കണം? ആ, കൊടുക്കണം. അപ്പോ ഓൾറെഡി ആറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അയാൾ അതുപോലെ തന്നെ എഴുതുക. ഓൾറെഡി ആറിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അയാൾ അതുപോലെ തന്നെ എഴുതുക. അതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. മസ്റ്റ് കണ്ടെയ്ൻ ആർ. മസ്റ്റ് കണ്ടെയ്ൻ ആർ. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞു, ഇയാളെ റിഫ്ലക്സീവ് ആക്കാൻ നമുക്ക് വേണ്ടത് എ എ ബി ബി സി സി എന്ന 3 എലമെന്റ്സ് ആണ്. അപ്പൊ ആ 3 എലമെന്റ്സിനെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. എ എ ബി ബി സി സി. കണ്ടല്ലോ, എ എ ബി ബി സി സി ഇത്ര ആഡ് ചെയ്തു. ഇതിൽ ഒരാളെ പോലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റൂല. ഇതിൽ ഒരാളെ അവോയ്ഡ് ചെയ്താൽ പോലും എന്താവും? റിഫ്ലക്സീവ് അല്ലാതായി മാറും. റിഫ്ലക്സീവ് അല്ലാതായി മാറും. അതായത് ഇതിൽ ഓരോരുത്തരെയും ആഡ് ചെയ്യുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ മിനിമം എമൗണ്ട് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിലെ ഒരാളെ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ആഡ് ചെയ്തതിൽ ഒരാളെ പോലും ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കി കഴിഞ്ഞാൽ റിഫ്ലക്സീവ് അല്ലാതായി. അപ്പോ നമ്മൾ ടു ദ പോയിന്റ് ആണ് ആഡ് ചെയ്തത്. അതായത് സ്മോളസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റുന്നതിൽ സ്മോളസ്റ്റ് എമൗണ്ട് മാത്രമേ ആഡ് ചെയ്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ആഡ് ചെയ്തുണ്ടാക്കിയ ഈ റിലേഷൻ ഈസ് ദ സ്മോളസ്റ്റ് റിലേഷൻ കണ്ടെയ്നിങ് ആർ ആൻഡ് ഹാസ് പ്രോപ്പർട്ടി പി. ദാറ്റ് ഈസ് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി. Reflexive property, and therefore this S is the reflexive closure of R. Done. S is the reflexive closure of R. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റിഫ്ലക്സീവ് ക്ലോഷർ, ആറിന്റെ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വെച്ച് ക്ലോഷർ എടുത്തേക്കാണ്. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് ക്ലോഷർ എടുത്തേക്കാണ്. നമ്മൾ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിച്ചു പോണേ. നിങ്ങളൊക്കെ ഭയങ്കര സൈലൻസിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഡൗട്ട്സ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കാര്യമായിട്ട് ഡൗട്ട് ഒന്നും ചോദിക്കുന്നില്ല. ചോദിച്ചേ പറ്റത്തുള്ളൂ. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, പ്രോബ്ലം അല്ല, എന്തെങ്കിലും എഴുതി രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഡൗട്ട് ചോദിക്കണം ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് മനസ്സിലായിട്ടില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ symmetric closure of R is equal to AB, AA, where capital A is equal to ABC. ഓക്കെ, ഇയാളുടെ സിമ്മട്രിക് ക്ലോഷർ നമ്മളെ എന്താണ് കണ്ടുപിടിക്കണം. സിമ്മട്രിക് ക്ലോഷർ കണ്ടുപിടിക്കണം ആറിന്റെ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആറ് സിമ്മട്രിക് ആണോ? അതാണ് ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത്. ആണോ? അല്ല. കാരണം എന്താണ്? എ ബി ഉണ്ട്, ബി എ ഇല്ല. അത് മാത്രമല്ലേ ഒരു പ്രശ്നമായിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ. Therefore, ശരി, എ ബി, എ എ, അടുത്ത് ഞാൻ ബി എ ആഡ് ചെയ്തു. ഇനി ആരെങ്കിലും ആഡ് ചെയ്യണോ? അതോ ഇത് മതിയോ? ആരെങ്കിലും ആഡ് ചെയ്യണോ? നോക്കി പറയണേ. എ ബി ഉണ്ടായിരുന്നു, ബി എ വേണോന്ന് പറഞ്ഞ് ബി എ ആഡ് ചെയ്തു. ഇനി ആരെങ്കിലും ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടോ റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വരുത്താൻ? വേണോ? വേണ്ടേ? ശരി. ഇപ്പൊ ഇത് റിഫ്ലക്സീവ് ആണോ? ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാൾ റിഫ്ലക്സീവ് ആണോ? റിഫ്ലക്സീവ് ആണ്. എ ബി ഉണ്ട്, അതുപോലെ എ ബി ഉണ്ടായിരുന്നോണ്ട് ബി എയും ഉണ്ട്. അടുത്ത എയുടെ എന്താണ് തിരിച്ചിടുമ്പോ എ തന്നെ, അതുകൊണ്ട് പ്രശ്നമില്ല. എന്താണ് നമ്മുടെ ആറ്, നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ക്ലോഷറിന്റെ ആദ്യത്തെ പ്രോപ്പർട്ടി പറയുന്നത് പോലെ 6 ഇതിന്റെ അകത്തുണ്ട്.
പ്രോപ്പർട്ടി പി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പ്രോപ്പർട്ടി പി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതില് ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എ ബിയെയോ എയോ ഒഴിവാക്കി കഴിഞ്ഞാല് ആറിലുള്ള എലമെന്റ് മിസ്സിംഗ് ആയി പോവും. അത് പറ്റത്തില്ല. അപ്പോ നമുക്ക് ആദ്യത്തെ രണ്ടുപേരെ എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇനി അവസാനം ആഡ് ചെയ്ത ബി ഐനെ ഒഴിവാക്കിയാലോ? ബി ഐനെ ഒഴിവാക്കി കഴിഞ്ഞാൽ സിമ്മട്രിക് പ്രോപ്പർട്ടി, രണ്ടാമത്തെ കാര്യം, അതായത് പ്രോപ്പർട്ടി മിസ്സായി പോകും. പ്രോപ്പർട്ടി മിസ്സായി പോകും. അതായത് ഇവരെ ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇവരെ ആരെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോ ദിസ് ഇസ് ദ സ്മോളസ്റ്റ് റിലേഷൻ. അപ്പൊ ആ സ്മോളസ്റ്റ് റിലേഷൻ എന്ന പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞു. ഇപ്പോ ഞാൻ ആഡ് ചെയ്തപ്പോ ബി ബി എയും കൂടെ ആഡ് ചെയ്തെന്ന് വിചാരിച്ചു. ബി ബി എന്ന് പറയുന്ന ആളിനെയും കൂടെ ജസ്റ്റ് ആഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ആർ ഉണ്ട്. ഓഫ് കോഴ്സ് ആർ എന്ന് പറയുന്ന ആറിലുള്ള എലമെന്റ്സ് ഇതാ ഈ രണ്ടുപേരുണ്ട്. സിമ്മട്രിക് ആണ്. പക്ഷേ ബി ബി ഒരു അധികപ്പറ്റാണ്. കാരണം ബി ബി ഇല്ലെങ്കിലും പ്രോപ്പർട്ടി പി സാറ്റിസ്ഫൈ ആയിക്കോളും. ആർ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ അപ്പൊ നിർത്തിയിട്ട് ചോദിക്കണം പ്ലീസ്. ഓക്കെ, ബി ബി എന്ന് പറയുന്നത് ഒരു അധികപ്പറ്റാണ്. അയാൾ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നവും അങ്ങനെയാണെങ്കിൽ എ ഒഴിവാക്കി കഴിഞ്ഞാൽ ആറിലെ എലമെന്റ് വേണം. ക്ലോഷറിൽ ആറിലെ എലമെന്റ് വേണം. ആറിലുള്ള എല്ലാ എലമെന്റും വേണം എന്ന പ്രോപ്പർട്ടി പോയി. മനസ്സിലായോ? അതുകൊണ്ട് എനിക്ക് എനെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അതാണ് പ്രശ്നം. ഓൾറെഡി അയാൾക്കുള്ള ഒരു കാര്യത്തിന് നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. മനസ്സിലായ? അതാണ് പ്രശ്നം. ഓക്കെ, മനസ്സിലായല്ല? അപ്പൊ ബി ബി ഒരു അധികപ്പറ്റാണ്. അയാളെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്മോളസ്റ്റ് പോസിബിൾ മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് കൗണ്ടർ ആയി പോകും. എന്താണ്? ബി ബി ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ എന്ന് പറയുന്ന കാര്യം കൗണ്ടർ ആയി പോകും. അതായത് ബി ബി ഒരു അധികപ്പറ്റാണ്. വെറുതെ അയാളെ എഴുതി നമ്മള് സമയം വേസ്റ്റ് ചെയ്യണ്ട. കണ്ടല്ലോ? അപ്പൊ ദിസ് ഇസ് ദ സ്മോളസ്റ്റ് പോസിബിൾ റിലേഷൻ S such that it contains R and it satisfies P, that is symmetric property satisfy ചെയ്യുന്നുണ്ട്. And this is the symmetric closure of R. മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണ് എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് ഒന്ന് കൺവേ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഡിസ്കഷൻ വരണം. ഡിസ്കഷൻ വരുന്നില്ല, അതുകൊണ്ടാണ് ഇതൊന്നും നടക്കാത്തത്. ഡിസ്കഷൻ വന്നില്ല എങ്കിൽ നമുക്കിതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ചെറിയ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലുള്ള ഡൗട്ട്സ് ആണെങ്കിൽ പോലും ഇപ്പൊ ചോദിക്കും. നമുക്കത് ക്ലിയർ ചെയ്ത് തന്നെ പോവാം. ഒരു പ്രശ്നവുമില്ല. Next question. Find the closure of R with a reflexive and symmetric property. എനിക്ക് രണ്ട് പ്രോപ്പർട്ടി ഒരുമിച്ച് വേണം കേട്ടോ. റിഫ്ലക്സീവുമായിരിക്കണം, സിമ്മട്രിക്കും ആയിരിക്കണം. അതാണ് എനിക്ക് വേണ്ടത്. രണ്ട് പ്രോപ്പർട്ടി ഒരേ സമയം വരണം, ഒരേപോലെ വരണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ആർ എന്ന് പറയുന്നത് എ ബി ബി സി, എ എന്ന് പറയുന്നത് കളക്ഷൻ എ ബി സി. ശരി, ഇയാളുടെ ക്ലോഷർ ഉണ്ടാക്കണം. എസ് ആണ് നമ്മുടെ അയാളുടെ ക്ലോഷറിനെ ഡിനോട്ട് ചെയ്യുന്നത്. എസ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എസിൽ ഓഫ് കോഴ്സ് എ നമ്മുടെ ആർ എന്ന് പറയുന്ന റിലേഷൻ മൊത്തത്തിൽ വന്നിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഇവരെ രണ്ടുപേരെ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല. അയാളെ എഴുതിയേ പറ്റത്തുള്ളൂ. ശരി, റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വരുത്താൻ വേണ്ടിയിട്ട് ആരെയൊക്കെ ആഡ് ചെയ്യും? പറഞ്ഞോ, ആരെയൊക്കെ ആഡ് ചെയ്യണം? റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വരുത്താൻ വേണ്ടിയിട്ട് ആരെയൊക്കെ ഞാൻ ആഡ് ചെയ്യണം?
എയും ബി ബിയും ബി ബിയും മതിയോ? സി സിയും കൂടെ വേണം. സി സിയും കൂടെ വേണം. കാരണം ക്യാപിറ്റൽ എയിലുള്ള എല്ലാ എലമെന്റും അതിനോട് തന്നെ റിലേറ്റഡ് ആയി. അതുകൊണ്ട് എ ബി ബി സി സി റിഫ്ലക്സീവ് പ്രോപ്പർട്ടി വരുത്താൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത് 3 പേര്. ഇതിൽ ആരെങ്കിലും ഈ ആഡ് ചെയ്തതിൽ ആരെങ്കിലും നമുക്ക് ഒഴിവാക്കിക്കൊണ്ട് റിഫ്ലക്സീവ് ക്ലോഷർ കണ്ടുപിടിക്കാൻ പറ്റൂ? റിഫ്ലക്സീവ് ക്ലോഷർ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇതിൽ ആഡ് ചെയ്ത് ആരെങ്കിലും ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം ഒഴിവാക്കി കഴിഞ്ഞാല് റിഫ്ലക്സീവ് എന്ന പ്രോപ്പർട്ടി പോയി. ഒഴിവാക്കി കഴിഞ്ഞാൽ റിഫ്ലക്സീവ് എന്ന പ്രോപ്പർട്ടി പോയി. അതായത് എന്താണ്? സ്മോളസ്റ്റ് പോസിബിൾ ആണ് ഈ എസ്. ഞാൻ ഈ എഴുതിയത് റിഫ്ലക്സീവ് ക്ലോഷർ എന്ന് മെൻഷൻ ചെയ്യാണ്. ഇയാള് റിഫ്ലക്സീവ് ക്ലോഷർ മാത്രമാണ്. റിഫ്ലക്സീവ് ക്ലോഷർ മാത്രമാണ്. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്ലോഷർ. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്ലോഷർ ആണ് ഇയാൾ. കഴിഞ്ഞു. ഞാൻ ഇയാളെ S1 എന്ന് മാർക്ക് ചെയ്തു. S1 നമ്മുടെ കണ്ടുപിടിക്കേണ്ടത് റിഫ്ലക്സീവും സിമ്മട്രിക് പ്രോപ്പർട്ടി ഒരുമിച്ച് വരണം കേട്ടോ. ഒരുമിച്ച് വരണം. ഇത് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി മാത്രം വരുന്നതാണ്. ചുമ്മാ എഴുതിയതാണ്. ഇനി എനിക്ക് സിമ്മട്രിക് ക്ലോഷർ വേണം. സിമ്മട്രിക് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓഫ് കോഴ്സ് ക്ലോഷറിൽ R വന്നിരിക്കണം. ക്യാപിറ്റൽ R എന്തായാലും വന്നിരിക്കണം. ഞാൻ അയാളെ എഴുതുകയാണ്. ABBC എഴുതി. ഇനി എനിക്ക് റിഫ്ലക്സീവ് പ്രോപ്പർട്ടി റിഫ്ലക്സീവ് അല്ല, സിമ്മട്രിക് പ്രോപ്പർട്ടി ഇതിന്റെ അകത്ത് കൊണ്ടുവരാം. സിമ്മട്രിക് പ്രോപ്പർട്ടി കൊണ്ടുവരാൻ എന്തൊക്കെ ആഡ് ചെയ്യും? ബിയും സി ബിയും. സി ബിയും സിമ്മട്രിക് ആകണമെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം. എ ബി ഉണ്ട്, പക്ഷെ ബി എ ഇല്ല. അപ്പോൾ ബി എ ഞാൻ ആഡ് ചെയ്തു. അടുത്ത ബി സി ഉണ്ടെങ്കിൽ സി ബി ഉണ്ടായിരിക്കണം. സി ബി ഇല്ല, ഞാൻ സി ബി എ ആഡ് ചെയ്തു. ബി എ സി ബി ആഡ് ചെയ്ത ആൾക്കാരാണ്. ഇനി ഞാൻ വേറെ എന്തിനെങ്കിലും ആഡ് ചെയ്യണോ സിമ്മട്രിക് പ്രോപ്പർട്ടി കൊണ്ടുവരുത്താനായിട്ട്? വേറെ ആരെങ്കിലും? സിമ്മട്രിക് പ്രോപ്പർട്ടി മാത്രം നോക്കിയാൽ മതി. സിമ്മട്രിക് പ്രോപ്പർട്ടി കൊണ്ടുവരാനായിട്ട് ഞാൻ വേറെ ആരെയെങ്കിലും ആഡ് ചെയ്യണോ? ആർക്കൊന്നും ഉത്തരവില്ല. മതി. ഓക്കെ, ഞാനൊരു എ ആഡ് ചെയ്താൽ നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇല്ല സർ, അതിന്റെ ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. അത്രേ ഉള്ളൂ. അതിന്റെ ആവശ്യമില്ല. കാരണം കഴിഞ്ഞു. ഇതാണ് മിനിമം റിക്വയർമെന്റ്. ഇതാണ്. അപ്പൊ ഈ പുള്ളിക്കാരനാണ് നിങ്ങളുടെ സിമ്മട്രിക് ക്ലോഷർ. നിങ്ങളുടെ ഇവിടെ തന്നിട്ടുള്ള R എന്ന സെറ്റിന്റെ R എന്ന ഈ റിലേഷന്റെ സിമ്മട്രിക് ക്ലോഷർ ഈ പുള്ളിക്കാരനാണ്. എനിക്ക് വേണ്ടത് റിഫ്ലക്സീവ് ആൻഡ് സിമ്മട്രിക്, രണ്ട് പ്രോപ്പർട്ടി ഒരുമിച്ച് വരണം കേട്ടോ. രണ്ട് പ്രോപ്പർട്ടി ഒരുമിച്ച് വരണമായിരുന്നു. ശരി, റിഫ്ലക്സീവ് പ്രോപ്പർട്ടി കൊണ്ടുവരാനായിട്ട് ഈ 3 പേരെ നമ്മൾ ആഡ് ചെയ്തു. സിമ്മട്രിക് പ്രോപ്പർട്ടി കൊണ്ടുവരാനായിട്ട് ഈ 3 പേരെ ആഡ് ചെയ്തു. ഈ 2 പേരെ ആഡ് ചെയ്തു. ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കാര്യം കിട്ടും. റിലേഷനിലുള്ള ആളിനെ അതേപോലെ എഴുതി. ABBC എഴുതി. റിഫ്ലക്സീവ് പ്രോപ്പർട്ടി കൊണ്ടുവരാനായിട്ട് ഈ 3 പേരെ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. ശരി, ഇട്ടു. A BB CC. സിമ്മട്രിക് പ്രോപ്പർട്ടി കൊണ്ടുവരാനായിട്ട് ഇവരെ 2 പേരെ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. PA CB LI. അപ്പൊ ദിസ് ഇസ് ദ റിക്വയർഡ് ക്ലോഷർ. റിഫ്ലക്സീവ് ആൻഡ് സിമ്മട്രിക് ക്ലോഷർ. രണ്ട് പ്രോപ്പർട്ടിയും ഒരുമിച്ച് വന്ന ക്ലോഷർ ഇയാളാണ്. റിഫ്ലക്സീവ് ആൻഡ് സിമ്മട്രിക് ക്ലോഷർ ഈ പുള്ളിക്കാരൻ. കണ്ടല്ലോ? അപ്പോ ക്ലോഷറിന്റെ ഒരു കൈൻഡ് ഓഫ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ വളരെ എളുപ്പമാണ്. കണ്ടല്ലോ? പ്രോബ്ലം ഒന്നും അല്ല. നിങ്ങൾക്ക് വേണ്ടത് ഒരു മിനിമം ബോധമാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.